പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെബാസ്റ്റ്യൻസ് ഇന്റർവ്യൂ, പിച്ചുവേർ ജംഗ്ഷൻ, ആലപ്പുഴ. മനം കവരും സ്വർണ്ണത്തിളക്കവുമായി പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതി പശ്ചാത്തലമൊരുക്കുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലം മറ്റൊരു തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. മണ്ഡല പുനർനിർണയം നടന്ന മാവേലിക്കര ഇക്കുറി ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. UDFനും LDFനും ഒപ്പം BJPയും പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് മാവേലിക്കര. നെല്ലും കശുവണ്ടിയും റബ്ബറും യഥേഷ്ടം വിളയുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലം വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണായാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിൻ്റെ പൂർവ്വകാല ചരിത്രവും പുനർനിർണയത്തിലൂടെ കൈവന്ന മണ്ഡലത്തിൻ്റെ പൊതുഘടനയും ഈ നിഗമനം ശരിയെന്ന് സ്ഥാപിക്കും. നേരത്തെ ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലം പുനർനിർണയം നടന്നപ്പോൾ ആലപ്പുഴ, കോട്ടയം, കൊല്ലം എന്നീ ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ വിളക്കിച്ചേർത്താണ് ഇന്നത്തെ നിലയിൽ രൂപീകരിച്ചത്. 1/1/2009 പുറത്തുവിട്ട വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം 11,26,737 വോട്ടർമാരാണ് മാവേലിക്കരയിലുള്ളത്. തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുൻപ് വരെ ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിരുന്നതിനാൽ ഈ കണക്കിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ആധിപത്യം പുലർത്തുന്ന മണ്ഡലമാണ് മാവേലിക്കര. ആകെ വോട്ടർമാരിൽ ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് 5,31,904 പുരുഷന്മാരും 5,94,833 സ്ത്രീകളുമാണുള്ളത്. ഇവർക്കായി 1,133 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുങ്ങുന്നത്. ചങ്ങനാശ്ശേരി SBHSS, മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് HSS, കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. മാവേലിക്കര, പന്തളം, ചെങ്ങന്നൂർ, ആറന്മുള, കല്ലൂപ്പാറ, തിരുവല്ല, കായംകുളം എന്നീ നിയമസഭാ സീറ്റുകൾ ഉൾപ്പെട്ടിരിക്കുന്ന മാവേലിക്കരയിൽ പുനർനിർണയത്തിന് ശേഷം ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നീ നിയോജക മണ്ഡലങ്ങളാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് അവകാശപ്പെട്ടത്. ഇതിൽ മാവേലിക്കര മുനിസിപ്പാലിറ്റിയും നേരത്തെ പന്തളം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന തഴക്കര, നൂറനാട്, താമരക്കുളം, പാലമേൽ, തെക്കേക്കര പഞ്ചായത്തുകളും വള്ളിക്കുന്നം പഞ്ചായത്തും ഉൾപ്പെട്ട മാവേലിക്കര നിയമസഭാ മണ്ഡലവും ചെങ്ങന്നൂർ നഗരസഭയും ആല, ബുധനൂർ, ചെറിയനാട്, മാന്നാർ, മുളക്കുഴ, പാണ്ടനാട്, പുലിയൂർ, തിരുവൻവണ്ടൂർ, വെൺമണി, ചെന്നിത്തല, തൃപ്പരുന്തുറ പഞ്ചായത്തുകളും അടങ്ങിയ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലവും സംവരണ മണ്ഡലങ്ങളാണ്. 2005 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും LDF ആണ് വിജയിച്ചത്. ഈ വിജയം ഇപ്പോഴത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാനിടയായാൽ LDFന് മാവേലിക്കരയിൽ ഒഴുക്കിനെതിരെ നീന്താനാവും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് കണക്കാക്കുകയാണെങ്കിൽ മണ്ഡലങ്ങളിൽ UDFന് മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുട്ടനാട്, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ മാത്രമായിരുന്നു UDFന് ലീഡ്. എന്നാൽ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ സ്ഥിതി മാറി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു. LDFനും ഇതേ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും അത് വിജയത്തിലേക്ക് നയിക്കുന്നതായിരുന്നില്ല. മുൻപുണ്ടായിരുന്ന മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ നിയോജക മണ്ഡലങ്ങളെ പുനർനിർണയം നടന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലുള്ളതെങ്കിലും സാങ്കേതികമായി മാവേലിക്കര എന്ന പേര് നിലനിൽക്കുകയായിരുന്നു. മുൻ ഭരണകാലത്തെ പ്രവർത്തന ജയപരാജയങ്ങൾ മുൻനിർത്തി ഇരു മുന്നണികൾക്കും പ്രചരണം നടത്തുന്നതിനുള്ള വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ് മാവേലിക്കരയിലെ മണ്ഡല പുനർനിർണയം. ആ പ്രവർത്തനങ്ങളെ ഇപ്പോൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. കാരണം മാവേലിക്കര, പഴയ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട കേവലം 3 മണ്ഡലങ്ങളില്ല, 2 മണ്ഡലങ്ങളെ ഫലത്തിൽ ഇതിനകത്തുള്ളൂ. 5ഉം അടൂർ, കൊല്ലം, കോട്ടയം, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സാങ്കേതികമായി മാവേലിക്കര എന്നുള്ള ഒരു പേര് പുതിയ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് എങ്കിലും പഴയ മാവേലിക്കര പാർലമെൻറ്റ് ജനറൽ മണ്ഡലത്തിൽപ്പെട്ട കേവലം 2 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ, ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ 2 പഞ്ചായത്തുകൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കായംകുളത്തേക്ക് പോയി, ഭരണിക്കാവും ചെട്ടുകുളങ്ങരയും. പിന്നെ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആ ഒരു വിലയിരുത്തൽ പുതിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥമുള്ള ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യം അവകാശപ്പെടുന്ന മാവേലിക്കര ഇക്കുറി ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. UDFിനു വേണ്ടി AICC സെക്രട്ടറിയും മുൻ അടൂർ MPയുമായ കൊടിക്കുന്നിൽ സുരേഷാണ് സ്ഥാനാർത്ഥി. LDFിനു വേണ്ടി CPI സ്ഥാനാർത്ഥി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നത്തൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ RS അനിലാണ്. AISF, AIYF എന്നീ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ച പരിചയവും അനിലിനുണ്ട്. BJPക്ക് വേണ്ടി ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ PN വേലായുധനാണ് മത്സരിക്കുന്നത്. ഇവർക്ക് പുറമെ BSPക്ക് വേണ്ടി ഡോക്ടർ ND മോഹനനും SUCIക്ക് വേണ്ടി KS ശശികലയും മത്സരരംഗത്തുണ്ട്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അരങ്ങേറുന്നത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നയനാൻ ഘോഷിയെ 33,443 വോട്ടിന് പരാജയപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയെ 7,414 വോട്ടിന് പരാജയപ്പെടുത്തിയ LDFിന്റെ CS സുജാതയുടെ മണ്ഡലമാണ് മാവേലിക്കര. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPIയുടെ RS അനിലൂടെ മണ്ഡലം നിലനിർത്താൻ LDFിന് കഴിയുമോ? ഞങ്ങളുടെ കണക്കൂട്ടിൽ ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെ. കുന്നത്തൂർ മണ്ഡലം LDF ജയിച്ചതാണ്. കോവൂർ കുഞ്ഞുമോൻ RS പേര്. അത് 19,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. കൊട്ടാരക്കര അവിടെ ഐഷ പോയിട്ട് വിജയിച്ചതും 12,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടാണ്. അതുകൊണ്ട് UDFിന് പണ്ടത്തെ നിലവാരത്തിൽ കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും LDFിന് അനുകൂലമായി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ മുമ്പ് മത്സരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചങ്ങനാശ്ശേരിയിൽ അനുകൂലമായ ഘടകങ്ങളുണ്ട്. പുനർനിർണയിക്കപ്പെട്ട മാവേലിക്കര മണ്ഡലത്തിൽ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 4 UDFിൻ്റെയും 2 LDFിൻ്റെയും 1 NCPയുടെയും കൈവശമാണ്. ഇതിനു പുറമെ മാവേലിക്കര നഗരസഭ ഭരിക്കുന്നതും UDF ആണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ CF തോമസ്, മാവേലിക്കരയിൽ കോൺഗ്രസിൻ്റെ M മുരളി, ചെങ്ങന്നൂരിൽ കോൺഗ്രസിൻ്റെ PC വിഷ്ണുനാഥ്, പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാഗത്തിലെ KB ഗണേഷ് കുമാർ എന്നിവരാണ് UDF MLAമാർ. കുന്നത്തൂരിൽ RSPയുടെ കോവൂർ കുഞ്ഞുമോൻ, കൊട്ടാരക്കരയിൽ നിന്നും CPMൻ്റെ ഐഷ പോറ്റി എന്നിവരാണ് LDF MLAമാർ. കുട്ടനാട്ടിൽ നിന്നുള്ള NCP MLA തോമസ് ചാണ്ടിയും മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഈ ഘടകങ്ങൾക്കൊപ്പം മാവേലിക്കരയുടെ പൂർവ്വകാല ചരിത്രവും LDFിനുള്ളിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന പോരിലേക്ക് നീങ്ങിയ CPM CPI ഭിന്നതകളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പ് കടുപ്പമാക്കും. പഴയ മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്നതിനകത്ത് 2 മണ്ഡലങ്ങളെ ഇന്നുള്ളൂ. പേര് മാവേലിക്കര എന്ന് നിലനിൽക്കുന്നെങ്കിൽ പോലും മണ്ഡലം മാവേലിക്കര മണ്ഡലത്തിൻ്റെ 2 ഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം പുതിയ ഭാഗങ്ങളാണ്. അവിടെയൊക്കെ സാമാന്യം നല്ല നിലയിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. മാവേലിക്കര മണ്ഡലത്തിൻ്റെ പേര് നിലനിൽക്കുന്നത് കൊണ്ട് CPMൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് എന്ന ഒരു സാങ്കേതിക വാദം പറയാം എന്നുള്ളതല്ലാതെ, ഞാൻ പറഞ്ഞതുപോലെ ആകെ 2 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ വേറെ പ്രദേശങ്ങളിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ആ വാദമൊന്നും അധികം നീണ്ടുനിന്നില്ല. അതൊരു ഗൗരവമായ തർക്കമായി വളർന്നുമില്ല. 2 കക്ഷികൾ തമ്മിലുള്ള തർക്കമാണ്. അതൊക്കെ ഒരു അഖിലേന്ത്യാ വീക്ഷണമുള്ള പാർട്ടികളെന്നുള്ള നിലയിൽ വളരെ നിസ്സാരമായി പരിഹരിക്കപ്പെടും. മണ്ഡലം തുടർച്ചയായി വലത്തോട്ട് ചരിയുന്നതിന് മാറ്റം സംഭവിക്കുന്നതിനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPയും ഇന്നത്തെ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തലയെ 7,414 വോട്ടിന് പരാജയപ്പെടുത്താൻ LDFിന് വേണ്ടി മത്സരിച്ച CPM സ്ഥാനാർത്ഥി CS സുജാതയ്ക്ക് കഴിഞ്ഞു. മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സുജാതയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അട്ടിമറി വിജയമാണ്. മണ്ഡലത്തിലെ മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമാണ് BJP സ്ഥാനാർത്ഥിയുടേത്. മറ്റു മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമെന്ന മാവേലിക്കരയെ വിശേഷിപ്പിക്കുന്നതിനും ഇത് കാരണമാണ്. 96 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 45,325, 68,450, 73,668, 83,013 എന്നിങ്ങനെ വോട്ട് കരസ്ഥമാക്കാൻ BJPക്ക് കഴിഞ്ഞു. കഴിഞ്ഞകാല പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ വോട്ടിങ്ങിൽ ശരാശരി 10,000 വോട്ടുകളുടെ വർധന BJP നേടിയതായി മനസ്സിലാക്കാം. BSP, SUCI തുടങ്ങിയ കക്ഷികൾ കൂടി മത്സരരംഗത്തിറങ്ങുന്നതോടുകൂടി മാറ്റപ്പെടുന്ന വോട്ട് പ്രമുഖ മുന്നണികളുടെ വിജയസാധ്യതകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ
ഈ കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ഒരു ജനകീയ ബദൽ എന്നുള്ളതാണ്. കാലാകാലങ്ങളായി കേരളത്തിലെ സംസ്ഥാന ഭരണവും കേന്ദ്ര പാർലമെൻറ്റിലെ പ്രാതിനിധ്യവും കൈയാളിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളുടെ ഒരേ നാണയത്തിൻ്റെ രണ്ട് തട്ടുകളാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ വലതുപക്ഷ എംപിമാർ ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ കണ്ടറിയുന്നതിനും അതിന് പരിഹാരം സാധ്യമാക്കുന്നതിനുമുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ഒരു മൂന്നാം ജനകീയ ബദൽ ഫർണിച്ചറുകൾ ഏതുമായിക്കൊള്ളട്ടെ, സെബാസ്റ്റ്യൻ ഇന്നർവ്യൂവിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈടും ഗുണമേന്മയുമാണ് തുച്ഛമായ വില. ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സെബാസ്റ്റ്യൻസ് ഇന്നർവ്യൂ, പിച്ചുവേർ ജംഗ്ഷൻ, ആലപ്പുഴ. പ്രിൻസ് ജ്വല്ലറി മുല്ലക്കലിലെ സ്വർണം 916 ഫാഷന്റെ കാര്യത്തിലും പ്രിൻസ് ജ്വല്ലറി മുല്ലക്കൽ ഒന്നാമതാണ്. ഞങ്ങള് പ്രിൻസ് ജ്വല്ലറി മുല്ലക്കൽ നിന്നേ സ്വർണം എടുക്കാറുള്ളൂ. കാശിന് ആവശ്യം വന്നാ വാങ്ങിയ സ്വർണം തിരികെ നൽകിയാൽ ഒരു പൈസ പോലും കുറയാതെ അന്നത്തെ സ്വർണ്ണവില തന്നെ കിട്ടും. കൃത്യത, വിശ്വസ്തത, വർഷങ്ങളുടെ പാരമ്പര്യം, ഇത് പ്രിൻസ് ജ്വല്ലറിയുടെ മാത്രം പ്രത്യേകതയാണ്. മനം കവരും സ്വർണ്ണത്തിളക്കവുമായി പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. അപ്പർ കുട്ടനാടിൻ്റെയും ഓണാട്ടുകരയുടെയും കാർഷിക സമൃദ്ധി കണ്ടാസ്വദിക്കുന്ന മാവേലിക്കരയിൽ കാർഷിക വിഭവങ്ങളുടെ വിലത്തകർച്ചയും അതുയർത്തുന്ന ആശങ്കകളും പ്രചരണ വിഷയമാവും. കശുവണ്ടി സംസ്കരണമടക്കമുള്ള കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങളും ഏറെയുള്ള മാവേലിക്കരയിൽ അവയുടെ ഇന്നത്തെ സ്ഥിതിയും രാഷ്ട്രീയ കക്ഷികൾക്ക് നിരവധി മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രവാസി മലയാളി കുടുംബങ്ങളുടെ സാന്നിധ്യമാണ് മണ്ഡലത്തിലെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആഗോളീകരണവും അതുമൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യവും ജനങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ തരമില്ല. സംവരണ മണ്ഡലമെങ്കിലും നായർ ക്രിസ്ത്യൻ സമുദായങ്ങളാണ് മാവേലിക്കരയിൽ ആധിപത്യം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമുദായങ്ങളോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന സമീപനവും ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നതും ഇവിടുത്തെ ജനവിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ നായർ സമുദായത്തിൻ്റെ മാത്രമല്ല ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. മുന്നോക്ക സമുദായങ്ങളോടുള്ള മൊത്തത്തിലുള്ള അവഗണന, അതേസമയം തന്നെ പിന്നോക്ക സമുദായങ്ങളിലെ പാവങ്ങളോടുള്ള അവഗണന, ഇവിടുത്തെ ആനുകൂല്യങ്ങൾ സംവരണത്തിൻ്റെ പേരിലായാലും ഏത് പേരിലായാലും അത് പിന്നോക്ക സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ സംവരണ സമുദായങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത്. മുന്നോക്ക സമുദായങ്ങളെയും അല്ലെങ്കിൽ സംവരണേതര സമുദായങ്ങളെയും പാടെ അവഗണിച്ചിട്ട് നായർ സർവീസ് സൊസൈറ്റി വലിയ ഒരു പ്രക്ഷോഭണവുമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ ആശയത്തോടുള്ള അവരുടെ സമീപനം എങ്ങനെ എന്നുള്ളത് വിലയിരുത്തും ജനവിഭാഗം. അതിൽ വിശ്വസിക്കുന്ന ജനവിഭാഗം വിലയിരുത്തുമെന്നുള്ളത് ഒരു വസ്തുതയും ഒരു സത്യവും മാത്രമാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലവും ഗവൺമെൻറ് ക്രൈസ്തവ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നത്തിൻ്റെ കാലഘട്ടം മുതൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങളും ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് നിലകൊള്ളുന്നതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രീമാൻ M.A. ബേബിയുടെ നേതൃത്വം വഹിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ശ്രീ പിണറായി വിജയൻ നടത്തിയ താമരശ്ശേരി ബിഷപ്പിനെതിരെ നടത്തിയ നികൃഷ്ടജീവി പ്രയോഗം മുതൽ ഇങ്ങോട്ട് അവസാനം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ CD വിവാദം വരെ വന്നെത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കുവാനും ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ഈ കേരള സംസ്ഥാനത്ത് ഒറ്റപ്പെടുത്തുവാനും അവരെ സാധാരണ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത തരത്തിലാണ് എന്ന് വരുത്തി തീർക്കുവാനുമൊക്കെയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ചങ്ങനാശ്ശേരി രൂപതയുടെയും NSSൻ്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശകളും സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സംവരണ നയങ്ങളും LDFന് വാരിക്കുഴി സൃഷ്ടിക്കും. എന്നാൽ സമീപ മണ്ഡലമായ കുട്ടനാട് LDFനെ സംബന്ധിച്ചിടത്തോളം ഉറച്ച ഒരു വോട്ട് ബാങ്കാണ്. NCPയുടെ MLA ആണ് കുട്ടനാട്ടിലുള്ളത്. NCPയുടെ ഘടികാരത്തിൻ്റെ പെണ്ടുലം ഇടത്തോട്ടൊന്ന് സ്വിങ് ചെയ്താൽ കുട്ടനാട്ടിൽ LDFന് കാര്യങ്ങൾ ഉറപ്പിക്കാം.
ചങ്ങനാശ്ശേരി വലതു കോട്ടയാണെങ്കിൽ കുട്ടനാട് ഇടതിനുള്ളതാണ്. മറ്റു നിയോജക മണ്ഡലങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ ഊർജം പകർന്ന മണ്ണാണ് കുട്ടനാട്ടിലുള്ളത്. കൊയ്ത്തുപാട്ട് കേട്ട് ഉറക്കമുണരുന്ന കർഷക ജനസമൂഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി. എങ്കിലും കഴിഞ്ഞ തവണ പെയ്ത വേനൽ മഴ കമ്മ്യൂണിസ്റ്റ് കോട്ട ചെറുതായെങ്കിലും ഒലിച്ചിറങ്ങുന്നതിന് കാരണമായെന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. കൊയ്ത്ത് യന്ത്രം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ കർഷക സംഘടനയായ KSKTU സർക്കാരിൻ്റെ ചില നയങ്ങളെ പരസ്യമായി എതിർത്തത് ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. നാമമാത്രമായ വലതുപക്ഷ കർഷക സംഘടനകൾ കിട്ടിയ അവസരം മുതലാക്കുകയും ചെയ്തു. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന LDF സർക്കാരിൻ്റെ കർഷക ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കുട്ടനാട്ടിൽ മുന്നണിക്ക് ഗുണകരമായി ഭവിക്കാതിരിക്കില്ല. നാശോന്മുഖമായി കൊണ്ടിരുന്ന നെൽകൃഷിയെ ഭക്ഷ്യസുരക്ഷ എന്ന ആശയം മുൻനിർത്തി തരിശു നിലങ്ങൾ കൃഷിയിടമാക്കാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നെൽകൃഷിയിൽ ഏകദേശം 20 മുതൽ 30% വരെ വർധനവുണ്ടായി എന്ന് മനസ്സിലാക്കാം. നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ 5% മാത്രമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. 7 രൂപയിൽ കിടന്ന നെല്ലിൻ്റെ താങ്ങുവില ക്രമാനുഗതമായി ഉയർത്തി 11 രൂപ വരെ എത്തിച്ചത് LDFന് കർഷക സമൂഹത്തിൻ്റെ പ്രീതി നേടിയെടുക്കുന്നതിന് പര്യാപ്തമാകും. കൂടാതെ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർഷക ആത്മഹത്യകളുടെ എണ്ണത്തിലുണ്ടായ കുറവും LDFന് പ്രചരണത്തിന് ഉപയോഗിക്കാം. കാർഷിക കടാശ്വാസ കമ്മീഷൻ വഴി കടക്കണിയിലായിരുന്ന കർഷകരുടെ ബാധ്യത എഴുതിത്തള്ളിയതും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതും ഇടതിന് ഗുണം ചെയ്യും. കർഷക തൊഴിലാളി പെൻഷനുകൾ കുടിശ്ശികയടക്കം വിതരണം ചെയ്തതും മറ്റും ഇങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി കാര്യങ്ങൾ ഇടതു വോട്ട് ബാങ്കിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കും. വേനൽ മഴ മൂലം കൊയ്ത്ത് യന്ത്രം ഇറക്കുന്നതുമായി അരങ്ങേറിയ പ്രശ്നങ്ങൾ കുട്ടനാട്ടിൽ LDFൻ്റെ പ്രീതിക്ക് കോട്ടം വരുത്തിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. കിട്ടിയ അവസരം മുതലാക്കാനായി UDF നേതാക്കൾ കൊയ്ത്ത് യന്ത്രവുമായി കാൽവഴുതി ചെളിയിൽ വീണത് കുട്ടനാടൻ മണ്ണിൽ വലത് രാഷ്ട്രീയത്തിനുള്ള ഗ്രിപ്പില്ലായ്മയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേരളത്തിനുള്ള റേഷൻ വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വെട്ടിക്കുറവ് LDF പ്രചരണ ആയുധമാക്കിയാൽ അതിൽ നിന്നുള്ള പ്രയോജനം ഏറെ കൊയ്തെടുക്കാനുള്ള അവസരവും കുട്ടനാട്ടിൽ നിന്നും ലഭിക്കും. വലതുപക്ഷം കർഷകരുടെ രക്ഷയ്ക്കെന്നും ഇടതുപക്ഷം കർഷക ശിക്ഷാ പാക്കേജ് എന്നും വിശേഷിപ്പിച്ച സ്വാമിനാഥൻ കമ്മീഷന്റെ കുട്ടനാടൻ പാക്കേജ് കുട്ടനാട്ടിലെ പ്രചരണ രംഗത്ത് സജീവ ചർച്ചാ വിഷയമാവും. 1841 കോടി വരുന്ന കുട്ടനാട് പാക്കേജിന്റെ പിതൃത്വം അവകാശപ്പെട്ട വലതുപക്ഷം വോട്ട് തേടുമ്പോൾ പദ്ധതി ഇതുവരെ പ്രാവർത്തികമാകാത്തതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും LDF വോട്ടന്വേഷിക്കുന്നത്. കുട്ടനാട്ടിൽ ഇടതു വലതു മുന്നണികൾ ഏറ്റുമുട്ടുമ്പോഴും കർഷകരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്തും തുടരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നെല്ലെടുക്കുമ്പോൾ 80 രൂപ ഇതിലെടുക്കുന്നുണ്ട്. പിന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കർഷകന് ശരാശരി 1 കിൻഡിൽ നെല്ല് വയ്ക്കുമ്പോൾ 100 രൂപ നഷ്ടത്തിലാണ്. സർക്കാർ 11 രൂപ പറയുന്ന സാധനം അത് 100 രൂപയ്ക്ക് അടുത്ത് നഷ്ടപ്പെട്ടാണ് കർഷകൻ കൊടുക്കുന്നത്. കാരണം ഇന്ന് ഈ നിൽക്കുന്നവരെല്ലാം കർഷകരാണ്. അവരുടെ 6 മാസത്തെ പ്രതീക്ഷയാണ്. കാരണം ഇപ്പോൾ വെള്ളം കയറ്റി അടുത്ത കൃഷി വരുന്നവർ 6 മാസത്തെ പ്രതീക്ഷയുടെ ഫലം റോഡിലിട്ടുകൊണ്ട് ഈ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 335 ഏക്കർ നിലം കൊയ്യണമെങ്കിൽ കുറഞ്ഞതൊരു 6-8 വണ്ടിയെങ്കിലും വേണ്ടി വരും. അവർ ഇവിടെ 2 വണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പുറത്ത് മിനിഞ്ഞാന്ന് 2 വണ്ടി, അങ്ങനെ 4 വണ്ടി മൊത്തം ഈ കരണ്ടപ്പാടത്തുണ്ട്. സെൻട്രൽ ബ്ലോക്ക് മഴ കൊണ്ട് ആ പടം എല്ലാം നശിച്ച് നാരായണക്കരഴിച്ചിരിക്കുക. നെല്ലൊക്കെ ഞങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ കൊയ്തിട്ട് കൊണ്ടുപോകാൻ എടുക്കാൻ ആളില്ല. ആ പടം ഞങ്ങൾ പ്രയാസം. ഞങ്ങൾക്ക് ഇത് ഒരു ദിവസം ഒരാളിനെ നിർത്തി ഞങ്ങളിത് മറിക്കുക പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് 350 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഭയങ്കര നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നശിക്കും. കഴിഞ്ഞ മഴയോടുകൂടി കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ഓരോ കൃഷിക്കാരനും ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിരിക്കുകയാണ്. LDP UDP ഇത് പറഞ്ഞ് അങ്ങോട്ട് ഒരു മഴക്കുണ്ടാക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ നന്മയ്ക്കാണെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് ഒറ്റ അഭിപ്രായത്തിൽ എന്താ പോകട്ടെ. ഇത് കിട്ടുന്ന വേദികളിലും കിട്ടുന്ന മീഡിയ ചർച്ചകളിലും എല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. അത് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കുകയും വേണം. അതിന് ഉദ്യോഗസ്ഥന്മാരെ അത് ഇത് സജ്ജമാക്കേണ്ടത് ആവശ്യമാണ്. ഫർണിച്ചറുകൾ ഏതുമായിക്കൊള്ളട്ടെ, സെബാസ്റ്റ്യൻ ഇന്നർവ്യൂവിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈടും ഗുണമേന്മയുമാണ് തുച്ഛമായ വില. ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സെബാസ്റ്റ്യൻസ് ഇന്നർവ്യൂ, പിച്ചുവേർ ജംഗ്ഷൻ, ആലപ്പുഴ. പ്രിൻസ് ജ്വല്ലറി മുല്ലക്കലിലെ സ്വർണം 916 ഫാഷന്റെ കാര്യത്തിലും പ്രിൻസ് ജ്വല്ലറി മുല്ലക്കൽ ഒന്നാമതാണ്. ഞങ്ങള് പ്രിൻസ് ജ്വല്ലറി മുല്ലക്കിൽ നിന്നേ സ്വർണ്ണം എടുക്കാറുള്ളൂ. കാശിന് ആവശ്യം വന്നാ വാങ്ങിയ സ്വർണം തിരികെ നൽകിയാൽ
ഒരു പൈസ പോലും കുറയാതെ അന്നത്തെ സ്വർണ്ണവില തന്നെ കിട്ടും. കൃത്യത, വിശ്വസ്തത, വർഷങ്ങളുടെ പാരമ്പര്യം. ഇത് പ്രിൻസ് ജ്വല്ലറിയുടെ മാത്രം പ്രത്യേകതയാണ്. മനം കവരും സ്വർണ്ണത്തിളക്കവുമായി പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മണ്ഡല പുനർനിർണയം നടന്നതു മുതൽ വാർത്തകളിൽ സ്ഥാനം നേടിയ മണ്ഡലമാണ് മാവേലിക്കര. അടൂർ മണ്ഡലം ഇല്ലാതായതോടെ അടൂർ മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകൾ പത്തനംതിട്ടയിലേക്കും മാവേലിക്കരയിലേക്കും വിളക്കിച്ചേർത്തതാണ് മാവേലിക്കര മണ്ഡലത്തിൻ്റെ രൂപവും ഘടനയും മാറാൻ കാരണം. ഈ അവസരത്തിൽ മണ്ഡലത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൻ്റെ ആത്മവിശ്വാസം UDFനും പുതിയ പ്രതീക്ഷകൾ വെച്ചുപുലർത്താൻ LDFനും കഴിയില്ല. പുതിയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ അഥവാ ജനങ്ങളുടെ ചിന്ത അതാർക്കനുകൂലമാവും എന്നതാണ് പ്രധാനം. കേരളത്തിലെ ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു വിധിയെടുത്തായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ UDFനാകും. എൻ്റെ അഭിപ്രായത്തിൽ BJPക്ക് ആയിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ ആർക്ക് വരുമെന്നുള്ളതിനെപ്പറ്റി അറിയത്തില്ല. UDFന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് BJPക്കാകാനേ സാധ്യതയുള്ളൂ. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് സാധ്യത. UDF ജയിക്കുമെന്നാണ് നമ്മുടെ താല്പര്യം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്നു മുതൽ മാവേലിക്കരയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. പൊന്നാനി സീറ്റിൻ്റെ പേരിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്തെല്ലാം PDP സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഏവരും ഉറ്റുനോക്കിയ മണ്ഡലമാണ് മാവേലിക്കര. എന്നാൽ PDP പ്രവർത്തകരും ഇപ്പോൾ CPI മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ തയ്യാറായത് CPIക്ക് മാവേലിക്കരയിൽ ഗുണം ചെയ്യും. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു തരംഗം ഇന്ന് കേരളത്തിലുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ഏത് മേഖലകളിലും അതിശക്തമായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളുടെ പ്രകടമായ പ്രവർത്തനങ്ങൾ അതിശക്തമാണ്. പ്രതിപക്ഷം ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ഗൗരവമായി തന്നെ നിലനിൽക്കുന്നു. പ്രതിപക്ഷത്തിന് ഇന്ന് ഒന്നും പറയാനില്ലാത്ത ഏറ്റവും ചുരുങ്ങിയ അളവിൽ പറഞ്ഞാൽ ബഡ്ജറ്റ് വന്നിട്ട് പോലും പ്രതിപക്ഷത്തിന് അതിനെ കാര്യമായി ഒരു ഡിബേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് ബഡ്ജറ്റിൽ പോലും ഉണ്ടായി. അതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. മതന്യൂനപക്ഷ വോട്ടുകളെ ആകർഷിക്കാൻ ഇടതുപക്ഷം നടത്തുന്ന ശ്രമങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ UDFും തയ്യാറാകുമ്പോൾ മത്സരം കൊഴുക്കും. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മുസ്ലിം സമുദായം അടക്കമുള്ള മുഴുവൻ പിന്നോക്ക സമുദായങ്ങളും NSS അടക്കം ഉള്ള സമുദായ സംഘടനകളും ഒക്കെ തന്നെ അമ്പെ പരാജയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആദ്യമായി കൊടുക്കാൻ കിട്ടുന്ന ഒരു അടി, അതിനുള്ള ഒരു അവസരമായാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ജനവികാരം ഏതായാലും മാവേലിക്കരയിലെ LDF UDF മുന്നണികളിൽ ശക്തമായ ആശയസമരം നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പൊന്നാനി പൊതുസമ്മതം ചർച്ചകൾക്കിടയിൽ സിറ്റിംഗ് സീറ്റായ മാവേലിക്കരയെ CPIക്ക് വിട്ടുനൽകാൻ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. അട്ടിമറി വിജയത്തിലൂടെ മണ്ഡലം കൈയടക്കിയ CPM പ്രാദേശിക നേതൃത്വം CPIക്ക് സീറ്റ് വിട്ടുനൽകാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ മണ്ഡലത്തിൽ CPM മത്സരിക്കുമ്പോൾ ലഭിക്കുന്ന മുൻതൂക്കം CPI മത്സരിക്കുമ്പോൾ ലഭിക്കില്ലെന്നും CPMൻ്റെ മാവേലിക്കരയിലെ നേതൃത്വം ചൂണ്ടിക്കാട്ടി. സിറ്റിംഗ് MP CS സുജാതയ്ക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിക്കാത്തത് മുൻ MPയുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി വോട്ട് തേടുന്നതിന് LDFന് ഒരു പരിധിവരെ തടസ്സമാവും. മറുപക്ഷത്ത് ഗ്രൂപ്പ് കളിയുടെ വക്താക്കളായ കോൺഗ്രസ് നേതൃത്വത്തിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മൃഗീയ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാർട്ടിയിലെ ഉൾപോരാണ്. ഇരു മുന്നണികളും ഇങ്ങനെ മുന്നേറുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാനും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ഇരുവർക്കും കഴിയുമോ? ഇവനെല്ലാം കള്ളന്മാരാ, രാഷ്ട്രീയക്കാരുടെ കള്ളന്മാരാ. ഇതൊക്കെ ബാക്കിയൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി, അവരുടെ വീട്ടിൽ അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. രാഷ്ട്രീയം ജനങ്ങൾക്കൊരു കൗലിപ്പ് രാഷ്ട്രീയമായിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നത്. ഈ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ വിവിധ ആയിരക്കണക്കിന് വരുന്ന പെൺകുട്ടികൾക്ക് അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്ഥലസൗകര്യങ്ങൾ ഇന്ന് ഈ സ്റ്റേഷനകത്തില്ല. നല്ല ഭരണകർത്താക്കൾ വരണം, ഭരിക്കണം. നമ്മുടെ ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന നല്ല രീതിയിൽ എല്ലാം മാറി മറിച്ച് വന്നാലും നമുക്കൊന്നും വലിയ ഗുണമായിട്ടൊന്നും തോന്നിക്കുന്നില്ല. ആര് ഭരിച്ചാലും ഇത് തന്നെ നടക്കാൻ പോകുന്നത്, ഇത് തന്നെ ഒന്നും ചെയ്യുകയില്ല ആരും. പബ്ലിക്കിൻ്റെ കാര്യം നോക്കാനോ നമ്മുടെ ഈ കാര്യങ്ങളൊന്നും നോക്കാനോ ആരുമില്ല. 40 വർഷത്തിൽ പരമായി റെയിൽവേ ഓവർബ്രിഡ്ജുകളില്ലാത്ത അവസ്ഥ, തോട്ടാത്തോട്ടിൽ കുമിയുന്ന മാലിന്യം, അതുമൂലം മലിനമാവുന്നതും മണൽവാരൽ മൂലം നാശോന്മുഖമാവുന്ന അച്ചൻകോവിലാർ, സ്വന്തം നിലയിൽ വരുമാനമുണ്ടാക്കാൻ പരാജയപ്പെടുന്ന മാവേലിക്കര നഗരസഭ, വൺവേ സംവിധാനമില്ലാത്ത മാവേലിക്കര താലൂക്ക്, ടിപ്പർ ലോറികൾ ചീറിപ്പായുന്ന ഇടുങ്ങിയ റോഡുകൾ,
വേനൽ തുടങ്ങുന്നതിനു മുൻപേ കുടിവെള്ളക്ഷാമത്താൽ പൊറുതിമുട്ടുന്ന പാലമേൽ, തഴക്കര, നൂറനാട് പഞ്ചായത്തുകൾ. പ്രതിസന്ധി മൂലം അത്യാസന്ന നിലയിലായ കശുവണ്ടി സംസ്കരണ മേഖല. ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവർക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും കാണാനും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാനും നിരവധി പ്രശ്നങ്ങളും മാവേലിക്കരയിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും ജനങ്ങളുടെ പ്രീതിയും വിശ്വാസവും ആർജിക്കാൻ കഴിയുന്നവർക്കായിരിക്കും അവരുടെ വോട്ടും വിജയവും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF-നും 2 LDF-നും 1 NCP-ക്കും അവകാശപ്പെട്ടതാണ്. എന്നിരുന്നാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജയപരാജയങ്ങൾ മുൻനിർത്തി ഇരു മുന്നണികളും ഒപ്പം BJP-യും പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതോടെ മാവേലിക്കരയിലെ ജനസമൂഹം ഏതു മുന്നണിക്കൊപ്പം നിൽക്കും? ഇതറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.